കാസർഗോഡ് മാത്രമായിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്, വേറെ ഏത് നാട്ടിലും ഇല്ലാത്തത്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു തെരേട. ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരിച്ചിരി നെയ്യ് ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു 2-3 സ്പൂണ് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 2.5 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഈ തേങ്ങയുടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് വേണ്ട കേട്ടോ, കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് വറ്റി കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, അതുപോലെ കടിക്കാൻ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേവർ അതത്ര ഇഷ്ടമല്ലാത്ത കൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ നെയ്യൊന്നും ഒരുപാട് ചേർക്കണമെന്നില്ല, നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു 2 സ്പൂൺ നെയ്യൊക്കെ മതിയാകും. അപ്പോൾ ഇതാ ഞാൻ ഫില്ലിങ് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി അരി അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് നെയ്ച്ചോറിന്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് വാർന്നിട്ട് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പൊ നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കുക. പിന്നെ ഒരു മുട്ട ചേർത്തിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ തേങ്ങാപ്പാൽ ചേർക്കാതെ 2 മുട്ട മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോ നന്നായി അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പൊ അരയാത്ത തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. ഇനി 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം. കുറച്ച് ലൂസായിട്ടുള്ള മാവ് തന്നെയാണ്, ഒരു പശുവിൻ പാലിന്റെ അതിനേക്കാളും ഒരു ഇച്ചിരി ലൂസ് തന്നെ വേണം കേട്ടോ. അപ്പൊ ഇതിപ്പോ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരിച്ചിരി നല്ല ചൂടായ ശേഷം ഒരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാലൻസ് ഉള്ള മാവ് ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തിക്കായി കിട്ടും. അപ്പൊ ഇതിപ്പോ ആയിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കേട്ടോ. പാകത്തിനുള്ള കുക്കാകുമ്പോൾ തന്നെ ഇത് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡാവും. കുറെ നേരം പാനിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ദോശ ചുട്ടെടുക്കും തോറും ആദ്യം ചുട്ടെടുത്ത ദോശ ഉണ്ടല്ലോ അതിലോട്ട് പെട്ടെന്ന് തന്നെ പണ്ടം വെച്ചിട്ട്, ഞങ്ങൾ പണ്ടം എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പൊ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാൻ പണ്ടം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൽ പറയുമ്പോൾ കമന്റ് വന്നിട്ടുണ്ട്, പണ്ടം എന്ന് പറയുമ്പോൾ എന്തോ പോലെ. അപ്പൊ അതാണ് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ള തെരേട. എലാഞ്ചി ചെയ്യുന്നില്ല, അതിന്റെ വേറൊരു വെർഷനാണ്, പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.